അത് കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ എന്നെ മറക്കരുത് കേട്ടാ. ഇച്ചു മാറട്ടെന്ന് വിളിച്ചോ, ഓൻ പോയിട്ട് കുറച്ച് നേരമായല്ലോ. ആ വിളിക്കണ്ട വിളിക്കണ്ട. എടാ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തടാ. എടാ അവൾ എൻ്റെ ഫ്രണ്ടല്ലേ, നീ എന്നോട് ചോദിച്ചിട്ടില്ലേ പ്രപ്പോസ് ചെയ്യണ്ടേ? എൻ്റെ അപ്പ സക്രിയോട് ചോദിച്ചിട്ടില്ല, പിന്നെ നിന്നോട്. എന്നിട്ട് അവളെന്താ പറഞ്ഞ? അവളൊന്നും പറഞ്ഞില്ല, പക്ഷെ പോസിറ്റീവ് ആണെന്നാ തോന്നണേ. വിച്ചു വാടാ പോവാ. വിച്ചു ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? ഞാനിപ്പോ ഒരു 2 കൊല്ലാവാറേ അല്ലടാ. അപ്പം ഇനി പഠിക്കാനൊന്നും പ്ലാനില്ലേ? പഠിക്കണം. നന്ദു പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് ഫിലിം മേക്കിങ്ങൊക്കെയാണ് താല്പര്യം. പൂനെയും അടയാറൊക്കെയാണ് എല്ലാവരും പറയാറ്. പൂനെയിലാണെച്ചെങ്കിൽ എൻട്രൻസ് എഴുതണം, അടയാണെച്ചാൽ ഡിഗ്രി വേണം. നന്ദനോട് പറഞ്ഞിരുന്നു, പിന്നെ ഞാൻ നേരിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഡൽഹിയിലുള്ള സമയത്ത് അവിടെ അടുത്തൊരു ഫിലിം മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. മതി നിങ്ങളുടെ സ്റ്റഡി ടോക്സ്. ഒരു അടിപൊളി റീല് കിട്ടിയിട്ടുണ്ട്. ശരിടാ, ഞാൻ പോട്ടെ. നീ എങ്ങോട്ടാ പോണേ? ഇല്ലടാ, പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ഇവനെന്താ പോണേ? ആവോ മാർട്ടി നീ ഇങ്ങോട്ട് വന്നടാ. എന്താടാ? വാ. ഇപ്പൊ വരാം. എന്താടാ? നീ വാ. എന്താന്ന് പറ. പറയ് എന്താണ്ടേ? ഒന്നുമില്ലടാ, നിന്റെ പെണ്ണ് വേറെ ഒരുത്തന്റെ കൂടെ കണ്ടു കഴിഞ്ഞാ നിനക്ക് പിടിക്കും, അത്ര. നിന്റെ പെണ്ണാ? അതിന് അവളെ എന്നോട് യെസ് പറഞ്ഞ? അതിപ്പോ പറയാന്ന് വേണ്ടല്ലോ, നമുക്ക് അറിഞ്ഞൂടെ. വിച്ചുവിനെ അവളെ ഇഷ്ടമുള്ള കാര്യം നിനക്കറിയോ? എൻ്റെ ഒരു ഇതില് അവൾക്ക് വിച്ചുവിനോടാ ഫീലിങ്സ്. അത് നിന്നോടാരാ പറഞ്ഞേ? അവൻ തന്നെ. എന്നാ അവനോട് മറക്കാൻ പറഞ്ഞേക്ക്. അത് പറയേണ്ടത് നീയല്ലോ. ആടാ ഞാൻ പറഞ്ഞാ മതി. നിർത്ത്, എന്താ പ്രശ്നം? ആ വന്നല്ലോ, ഇവളോട് തന്നെ ചോദിക്കാ. നിനക്ക് ഇവനോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? പറയ്. ഇല്ല, മാർട്ടിൻ എൻ്റെ നല്ല ഫ്രണ്ടാ. വിച്ചുവിനോടാ പറ. എനിക്കറിയില്ല. അനുപോ പോവാൻ. അനുപോ. മാർട്ടി വേണ്ട. പോടാ അവിടുന്ന്. മാർട്ടി. നനഞ്ഞ് എടാ ഞാൻ പറഞ്ഞ എന്നോട് മഴയത്ത് പുറത്തിറങ്ങണ്ടെന്ന്. അത്യാവശ്യം ഉണ്ടല്ലോടാ. ഇപ്പൊ മഴ നനഞ്ഞപ്പോ കഴപ്പങ്ങട് മാറിയില്ലേ? അളിയാ. അവിടെ ഇരി. ഊഹ്. നനഞ്ഞില്ല നിന്റെ A4 ഷീറ്റ്. ഫോണിന് എന്തെങ്കിലും പറ്റിയാലാണ്. നോക്കി നോക്ക്. ഹലോ ഹലോ. എടാ മഴ നിന്നല്ല. ഈ മഴയത്ത് എങ്ങോട്ട് പോയതാ നിങ്ങള്? അതാ പോട്ടെ A4 ഷീറ്റ് മേടിക്കാൻ. ഈ നേരത്താ? ഞാൻ പറഞ്ഞതാന്നേ. എന്നിട്ട് ടൗൺ വരെ പോയി. ബെസ്റ്റ്. ആ ഓക്കെ. എന്താ? എനിക്ക് ഡൽഹി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടി. എടാ പുള്ളി. അനു അനു സ്പീക്കറിലിട്. ഹലോ, ആടി പറ. ഞാൻ നാളെ തിരിച്ച് ഡൽഹിക്ക് പോവാ. എനിക്കപ്പോൾ വിച്ചുവിനൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. നാളെ എയർപോർട്ടിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ? ആടി ഞാൻ പറയാ. എടാ കോൾ അടിച്ചല്ല. ആ വാ, ടൈമായി. ഇനിയിപ്പോൾ നാളെ എല്ലാവർക്കും എയർപോർട്ടിൽ പോകാനുള്ളതല്ലേ. വാ 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 വാ, ഇറങ്ങി 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 ഇറങ്ങി. അല്ല നാളെ ഇപ്പം എങ്ങനെ പോണേ? ഞാൻ കൊണ്ടുപോടാ അവനെ. എടാ നിനക്ക് ഇതൊക്കെ ഒന്ന് നോക്കി ചെയ്തുവിടാ. ആ ബെസ്റ്റ്. ഷെഡ്യൂൾ വെച്ചിട്ടാണല്ലോ വണ്ടി ബ്രേക്ക് ഡൗൺ ആണ്. ആ
സൂപ്പർ. നീ എന്താ പാവാടയൊക്കെ ഇട്ടിട്ട്? എടാ ഫാഷനാടാ. ഇതാ പിന്നെ ഓ 3 പേരെ വെച്ചിട്ട് എയർപോർട്ടിൽ പോണേ. എന്താവും എന്തോ. എടാ നോക്കി വണ്ടി ഓടിക്കണം, അല്ലെങ്കിൽ നീ ഭിത്തിയിലിരിക്കും. ബ്രേക്ക് ബ്രേക്ക്. എടാ എടാ ഇങ്ങ് വന്നേ. നിന്റെ ഊമ്പിയ പരിപാടി കണ്ടപ്പോഴും വിചാരിച്ച എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. എടാ നോക്കി നോക്കി. വിച്ചോ 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 വിച്ചോ. മാർട്ടി മാർട്ടി. മാർട്ടിനിപ്പോ എങ്ങനെയുണ്ട്? ഈസ് വെരി ബെറ്റർ നൗ. നീ കണ്ടില്ലേ, ഈസ് നോർമൽ. പിന്നെ അവൻ്റെ മെമ്മറിയിൽ കുറച്ച് സ്ക്രാച്ചുകളുണ്ട്. എക്സ്പെഷ്യലി ആ ആക്സിഡൻറ്റ്, അതൊന്നും അവൻ്റെ ഓർമ്മയിലിപ്പോൾ ഇല്ല. ആ അതും ശരിയാവും. അല്ല, നിന്നെ 2 ആഴ്ചയില്ല കണ്ടിട്ട്. എന്താ വല്ല പെണ്ണിനെയും വളച്ചോതാൻ? കോളേജിൽ ആർട്സ് ആയിരുന്നു. ഓ അതിന്റെ കുറച്ച് ബിസി ആയി പോയി. ആ ഇപ്പോൾ നിനക്ക് ഹാലൂസിനേഷൻ ഒന്നും ഇല്ലല്ലോ? ഏയ് ഇല്ല. അപ്പോൾ ഇനി മെഡിസിനൊന്നും നോക്കണ്ട. പക്ഷെ ഇടയ്ക്ക് അങ്ങോട്ടൊന്ന് വരണം. ആ വരാങ്കിൾ, അവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. അവൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ സെല്ലിൽ കിടക്കുന്നത് കാണാൻ കഴിയാഞ്ഞിട്ടാ അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ, നിനക്കറിയാലോ. പോയി വാ.